ഹായ് ഫ്രണ്ട്സ്, ഷെറി ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ പഠനകാര്യങ്ങളിലും മറ്റും മടി കാണിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വിഷയം. പല രക്ഷിതാക്കളെയും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയം വിശദമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയത്. പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്തതും. ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തു വെക്കാം, ലൈക്ക് ചെയ്യാം. ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മുടെ മടി കാണിക്കുന്നത്? കുട്ടികളിലേക്ക് പോകും മുമ്പ് നമ്മളൊരു കാര്യത്തിൽ എപ്പോഴാണ് മടി കാണിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ പലപ്പോഴും നമുക്കത് ചെയ്യാൻ നമ്മൾ മടി കാണിക്കും അല്ലേ. ഇനി നമുക്ക് താല്പര്യമുള്ളൊരു കാര്യം തന്നെ ഒരാൾ നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മടി കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് വണ്ടി ഓടിക്കാൻ വളരെ ഇഷ്ടമാണെന്ന് കരുതുക. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ വണ്ടിയുടെ ചാവി നമ്മുടെ കയ്യിൽ തന്നിട്ട് ദാ വണ്ടി ഓടിച്ചോളൂ എന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് ചാടി കയറി ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്ന് വണ്ടി ഓടിക്കും. നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ. നേരെ മറിച്ച് നമുക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര താല്പര്യമാണ്, പക്ഷേ വണ്ടി ഓടിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അത് വണ്ടിയിൽ നിന്ന്, ഇനി ബൈക്കാവട്ടെ കാറാവട്ടെ, വണ്ടിയെ ഇടിക്കും, വണ്ടിയിൽ നിന്ന് വീഴും. ഇതുവരെ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. പേടി കൊണ്ടോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അപ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ട് മടിച്ച് വേണ്ട ഞാൻ എടുക്കുന്നില്ല, ഞാൻ ഇപ്പോൾ ഓടിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തിരക്ക് ഉള്ള റോട്ടിൽ നിന്ന് ഓടിക്കുന്നില്ല, ഇങ്ങനെ പല എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് നമുക്കിഷ്ടമായെങ്കിൽ പോലും നമ്മൾ ഒഴിഞ്ഞു മാറുകയാണ് പതിവ് അല്ലേ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അവരെന്തെങ്കിലും ഒരു കാര്യത്തിന് മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. അപ്പോൾ അവർ മടിയന്മാരാണ്, അവർ എല്ലാത്തിനും മടിയാണ്, പ്രത്യേകിച്ചും പഠിക്കാൻ മടിയാണ്, അവരവരുടെ കാര്യങ്ങൾക്ക് സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ മടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവർ ഈ മടി കാണിക്കാനുണ്ടാവുന്ന റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ചില കുട്ടികൾ പഠന കാര്യങ്ങളിൽ മടി കാണിക്കാറുണ്ട്. സ്കൂളിൽ പോകാൻ, പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ രക്ഷിതാക്കൾ പറയും പഠിക്കാൻ മാത്രം അവന് മടിയാണ്. ചില കുട്ടികളെക്കുറിച്ച് പരാതി പറയാറ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇനി കുളിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അവരുടെ ഡ്രസ്സ് ഇടാൻ എല്ലാത്തിനും മടിയാണ്. എന്തും ചെയ്തു കൊടുത്താലേ കുട്ടികൾ ചെയ്യുള്ളൂ. അപ്പോൾ ഇത്തരം രണ്ട് കാര്യങ്ങളിലും കുട്ടികൾ മടി കാണിക്കുന്നതായിട്ട് പാരൻസ് പരാതി പറയാറുണ്ട്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് കുട്ടികൾ. പഠനത്തെ നമുക്ക് രണ്ടാമതായിട്ട് പറയാം. കുറച്ച് വിശദമായിട്ട് പറയാനുണ്ട് പഠന കാര്യങ്ങൾ. അത് ഈ വീഡിയോയിൽ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. കുട്ടികൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, അവരുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാൻ മടി കാണിക്കുന്ന കുട്ടികളാവാറുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് നോക്കാം. എൻ്റെ കുട്ടിക്ക് 5 വയസ്സായി അല്ലെങ്കിൽ 6 വയസ്സായി, ഇപ്പോഴും അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നില്ല. പല്ല് തേക്കുന്നില്ല, കുളിക്കുന്നില്ല, ഫുഡ് കഴിക്കുന്നില്ല, ഒക്കെ ഇതിനും മടിയാണ്. ഇപ്പോൾ ഡ്രസ്സ് എടുത്തു കൊടുത്താലേ ഇടുള്ളൂ. എത്ര നേരമാണെങ്കിലും കുട്ടികൾ അത് കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കും. ചില കുട്ടികൾ ഫുഡ് കൊടുത്താൽ അതിങ്ങനെ ഉരുട്ടി കളിക്കും, തിന്നില്ല. അവസാനം ഉമ്മമാർ അത് വാരി കൊടുക്കണം, അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് ആരാണോ അത് അവർ വാരി കൊടുത്താൽ മാത്രമേ കുട്ടികൾ തിന്നുള്ളൂ. അതേപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികൾ അതിൽ മടി കാണിക്കും. കിച്ചണിൽ എന്തെങ്കിലും ഉമ്മമാരെ സഹായിക്കാൻ അവർക്ക് മടിയാണ്. ഡ്രസ്സ് വാഷ് ചെയ്യാൻ പറഞ്ഞാൽ മടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്തരം മടിയന്മാരായിട്ട് മാറുന്നത് എന്ന് നോക്കാം. മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയിൽ പറയുന്നത് ഓട്ടോണമി ബിൽഡ് ചെയ്യേണ്ട പ്രായം, അഥവാ കുട്ടികൾ സ്വയം കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന പ്രായം എന്ന് പറയുന്നത് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. നമുക്കറിയാം ഒരു കുഞ്ഞ് നടന്നു തുടങ്ങുന്നത് അല്ലേ, 8 മാസം 9 മാസമൊക്കെ ആകുമ്പോൾ ഒരു കുഞ്ഞ് നടന്നു തുടങ്ങും. അപ്പോൾ നടന്നു തുടങ്ങുന്ന ആ കാലം മുതൽ, പിച്ച വെക്കുന്ന ഒരു സമയം മുതൽ
ആ കുഞ്ഞ് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അവർക്ക് വേണ്ടുന്നത് അവർ പോയിട്ടെടുക്കും. ഇനി ബാത്റൂമിൽ പോവുകയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് പോകാനായിരിക്കും അവർക്കിഷ്ടം. ഡ്രസ്സ് പോലും അവർ പോയിട്ട് മേശ തുറന്ന് അവർക്കറിയാം എവിടെയാണോ അലമാരയിൽ എവിടെയാണോ അവരുടെ ഡ്രസ്സ് വെക്കുന്നത്. അവർ കുളിച്ച് വന്നാൽ അവർ തന്നെ മെല്ലെ മെല്ലെ പോയിട്ട് അവർക്ക് വേണ്ടുന്ന ഡ്രസ്സ് എല്ലാം വലിച്ചിടും. എന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് വരുന്നുണ്ടാവും. അപ്പോൾ അവർ സ്വന്തമായിട്ട് ഇനി ഭക്ഷണം വിളമ്പി വെക്കുമ്പം തന്നെ അവർ വന്നിട്ട് അത് എടുത്ത് കഴിക്കും. അവരൊറ്റയ്ക്ക് അത് എടുത്ത് വാരി തിന്നാൻ തുടങ്ങും. ഇങ്ങനെ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രായമാണ്. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളെ സമ്മതിക്കില്ല. കാരണം ഭക്ഷണം അവരൊറ്റയ്ക്ക് കഴിച്ചാൽ ഫുഡ് മൊത്തം വേസ്റ്റായിരിക്കും. അവർ ടേബിളിലൊക്കെ വാരി വെതറി അതിൽ നിന്ന് കുറച്ചായിരിക്കും അവരുടെ വയറ്റിലേക്ക് പോവുക. ഡ്രസ്സ് ഇടാനാണെങ്കിൽ അവർക്കറിയില്ല പ്രോപ്പറായിട്ട് അതിടാൻ. നമ്മൾ വിചാരിച്ച ഡ്രസ്സായിരിക്കില്ല അവർ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളത് പിടിച്ചു വാങ്ങി അതവിടെ മാറ്റിയിട്ട് നമുക്കിഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ തന്നെ ഇട്ട് കൊടുക്കും. ചെരുപ്പ് പല കുട്ടികളെയും നമ്മൾ ശ്രദ്ധിച്ചറിയാം. അവർക്ക് ഇടാൻ വേണ്ടി വാശി പിടിച്ച് കരയുന്നുണ്ടാവും. ബാത്റൂമിൽ പോവാൻ, കുളിക്കാൻ, അവർക്ക് ഒറ്റയ്ക്ക് വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ച് കുളിക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ പാരൻസിന് നമ്മുടെ സമയക്കുറവോ അല്ലെങ്കിൽ കുട്ടിക്ക് ജലദോഷം പിടിക്കുമോ, വെള്ളത്തിൽ കളിക്കുമോ, വീണു പോവോ, ഇങ്ങനെ പല പേടികൾ കാരണം നമ്മൾ തന്നെ അവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കും. ഇങ്ങനെ കുറേ കുട്ടി വാശി പിടിച്ച് കരഞ്ഞ് പാരൻസ് സമ്മതിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പം പിന്നെ കുട്ടി അതുമായിട്ട് അങ്ങോട്ട് മയപ്പെട്ട് ഉമ്മ എപ്പോഴാണോ കുളിപ്പിക്കുന്നത്, ഉപ്പ എപ്പോഴാണോ വരുന്നത്, ആരാണോ ചെരുപ്പ്, അങ്ങനെ കുട്ടി അതിന് പാകപ്പെട്ട് പിന്നെ സ്വാഭാവികമായിട്ട് കുട്ടി സെൽഫായിട്ട് കുട്ടി അതിനൊരു ഇൻട്രസ്റ്റ് കാണിക്കാതെ ചെയ്തു തരുമ്പം മതി എന്നുള്ള രീതിയിലേക്ക് കുട്ടി പാകപ്പെടുകയാണ് ചെയ്യുന്നത്. എറിക്സൻ്റെ തിയറി പറയുന്നത് ഈ ഒരു ഓട്ടോണമി ബിൽഡ് ചെയ്യേണ്ട പ്രായത്തിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കുട്ടി താല്പര്യം കാണിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ ഒരു സ്റ്റേജ് പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു പൂർത്തീകരണം നടന്നിട്ടില്ലെങ്കിൽ കുട്ടി അതിൻ്റെ ഒരു കോൺഫ്ലിക്റ്റിലേക്കാണ് കുട്ടി പിന്നെ പോകുന്നത്. അതായത് കുട്ടിക്കൊരു തരം മടിയും അതുപോലെ ഷെയിമും ബിൽഡ് ചെയ്യും എന്നാണ് എറിക്സൺ പറയുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഈ ഒരു സ്റ്റേജിൻ്റെ പൂർത്തീകരണം നടക്കാത്ത കുട്ടികളിൽ ഉണ്ടാവുന്ന ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അല്ല അത് ചെയ്യേണ്ടത് എന്ന് കുഞ്ഞ് സ്വയം മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ടാണ് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കുട്ടി പോകുന്നത്. അപ്പോഴാണ് ആ ഒരു സ്കില്ലിൽ കുഞ്ഞ് പ്രാവീണ്യം നേടുന്നത്. നടക്കാൻ പഠിക്കുമ്പോൾ വീഴുമ്പോൾ നമ്മൾ പിന്നെയും കൊച്ചെഴുന്നേക്കും, പിന്നെയും നടക്കും. അങ്ങനെ വീണാണ് കുഞ്ഞ് ശരിക്കും നടക്കാൻ പഠിക്കുന്നത്. ഇതുപോലെ തന്നെ സംസാര രീതി, കുഞ്ഞ് സംസാരിക്കാൻ പഠിക്കുന്നത്, സംസാരിക്കുമ്പം വാക്കുകൾ പെറുക്കിയെടുത്ത് പറഞ്ഞ് അത് തെറ്റി, അപ്പോൾ അതല്ല, അപ്പോൾ നമ്മളെല്ലാവരും ചിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഞ്ഞ് നമ്മൾ ശരിയായിട്ട് പറയേണ്ട രീതി നമ്മൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ തിരുത്തലുകളിലൂടെയാണ് കുട്ടികൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതേപോലെ ഫുഡ് കഴിക്കുമ്പോൾ നിലത്ത് വീണു പോകുന്ന സമയത്ത് അത് വീണ്ടും എടുത്തു കൊടുത്ത് അത് ക്ലിയറായിട്ട് എപ്പോഴാണോ കുഞ്ഞ് ശരിയാവുന്നത് അതേപോലെ നമ്മൾ ഈ നടക്കാൻ കുഞ്ഞിനെ പഠിപ്പിച്ചതുപോലെ ഒരു വട്ടം വീണപ്പോൾ ഇനി നീ നടക്കണ്ട ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ടില്ല. നമ്മളിങ്ങനെ വീണ്ടും പ്രോത്സാഹിപ്പിച്ച് അവരെങ്ങനെ നടത്തിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സംസാരങ്ങൾ തെറ്റിയപ്പോൾ ഇനി നീ സംസാരിക്കണ്ട എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളിൽ ഓരോ സ്കില്ലും നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. അവർ സ്വമേധയാ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതെങ്ങനെയാണോ അതിന് അംഗീകാരം കൊടുത്ത് പ്രോത്സാഹനം കൊടുത്ത് ആ ഒരു സ്കില്ല് സ്വന്തമായിട്ട് ചെയ്തിട്ട് അതിനൊരു കോൺഫിഡൻസ് കുട്ടിക്ക് കിട്ടും. അപ്പോൾ കുഞ്ഞ് അത് കറക്റ്റ് ആ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആവും. അല്ലാത്തപ്പോൾ അത് ഷെയിം അല്ലെങ്കിൽ ഡൗട്ടിലേക്ക് കുഞ്ഞ് പോവും. എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, അപ്പോൾ അതിന് കുഞ്ഞിനൊരു ഷെയിം ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്താൽ ശരിയാവോ, അതിനൊരു കൺഫ്യൂഷനോ ഡൗട്ട്ഫുള്ളായിട്ട് കുഞ്ഞ് മാറും. പിന്നെ അതിൽ മുതിർന്ന കുട്ടികൾ നമുക്ക് ഈ ഒരു ശീലം ഓൾറെഡി ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനി എന്ത് ചെയ്യാം? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുഞ്ഞിൽ ഇത്തരത്തിലുള്ള ഒരു ശീലം വളർത്തിയെടുക്കാൻ ഇതേപോലെ തന്നെ നമ്മളെ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. സ്വന്തമായിട്ട് കുഞ്ഞിനോട് ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും നമ്മൾ കുഞ്ഞിനോട് ഫുഡ് കഴിക്കുന്ന രീതികൾ പറഞ്ഞു കൊടുത്ത് കുഞ്ഞ് കൈകൊണ്ട് എടുത്ത് കഴിക്കാൻ പ്രേരിപ്പിക്കുക. എന്നിട്ട് അങ്ങനെ കഴിയുമ്പോൾ നല്ല പ്രോത്സാഹനം കൊടുത്ത ആളുകളോട് നമ്മൾ വീട്ടിലുള്ളവരോടൊക്കെ മോൻ ഒറ്റയ്ക്ക് കഴിച്ചു കേട്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം ഒറ്റയ്ക്ക് കുളിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നു. കുളിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ആളുകളോട് പറയുന്നു അവനിന്ന് ഒറ്റയ്ക്കാണ് കുളിച്ചത്, നല്ല കുട്ടിയായിട്ടുണ്ട്, മിടുക്കനായിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം പ്രോത്സാഹനവും അംഗീകാരവും കൊടുത്ത് കുട്ടികളിൽ ആ ഒരു സ്കിപ്പായിപ്പോയ ആ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് നമുക്ക്
റിക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അവർക്ക് തന്നെ തോന്നും, ആ ഞാൻ കൊള്ളാമല്ലോ. ഇത്തരം ഇടപെടലുകളാണ് രക്ഷിതാക്കളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. സ്വന്തമായിട്ട് അംഗീകാരം കിട്ടിക്കഴിയുമ്പോൾ ആർക്കാണെങ്കിലും നമുക്ക് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. അങ്ങനെ കുഞ്ഞുങ്ങളിൽ മടി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. വീഡിയോ ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. ബൈ ബൈ.